ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മേക്ക് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി വിമോജി എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ താഴെയായിട്ട് ഇവിടെ ക്രിയേറ്റ് സ്റ്റിക്കർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴെയായിട്ട് നോർമൽ സ്റ്റിക്കർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏത് ഫോട്ടോ കിടക്കുന്ന ഒരു ഫോട്ടോയാണോ നമുക്ക് ഇങ്ങനെ സ്റ്റിക്കർ ആക്കേണ്ട ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സൈഡിലായിട്ട് നമുക്ക് BG എറേസർ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു എറേസറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മൊത്തം എറേസ് ചെയ്ത് കളയേണ്ട ആവശ്യം. അതിനായിട്ട് ആദ്യം തന്നെ കാണുന്ന മാജിക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ എറേസ് ചെയ്ത് കളയുക. അങ്ങനെ പൂർണ്ണമായി എറേസ് ചെയ്തതിന് ശേഷം മേളിൽ കാണുന്ന ആ ഒരു ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ടാബിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അങ്ങനെ ഈ ടാബിൽ എത്തിയതിന് ശേഷം നമുക്ക് താഴെ ടെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് എന്തെങ്കിലും ഡയലോഗുകൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതിയതിന് ശേഷം മേളിൽ ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എഴുതിയ ആ ഒരു ടെക്സ്റ്റ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെയാണോ കൊണ്ട് വെക്കേണ്ടത് അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം മുകളിൽ കാണുന്ന ആ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ എഡിറ്റ് ചെയ്ത ഒരു പിക്കിന് എന്തെങ്കിലും ഒരു ഫയൽ നെയിം കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. പിന്നീട് നമ്മൾ ഓട്ടോ ബാക്ക് ആവുന്നതാണ്. അതിനുശേഷം മൈ സ്റ്റിക്കർ എന്നുള്ളടത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്ത് ഒരു പിക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പ്ലസ് ഐക്കണും കാണാൻ സാധിക്കും. ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ വാട്സപ്പ് സെലക്ട് ചെയ്യാൻ കാണിക്കും. വാട്സപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ആഡ് എന്നൊരു ഓപ്ഷൻ വരും. ആ ഒരു ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെ ഒരു ഇമോജി ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്ത ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടാബിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.